ഹലോ ഗൈസ്, അപ്പോൾ ഭബബ കണ്ടു. എനിക്ക് പേഴ്സണലി ഒരു കണ്ടിരിക്കാവുന്ന പടമായിട്ടാണ് തോന്നിയത്. ഒരു ലോജിക്കോ കാര്യങ്ങളോ ഒന്നും നോക്കാതെ കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. എന്താ പറയുക, ഒരു ഭ്രാന്തന്മാരുടെ അടുത്തൊക്കെ ചെന്ന് അകപ്പെടുക പറഞ്ഞില്ല, അങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നു സിനിമ. തികച്ചും ഒരു സ്പൂഫ് പടം. ഒരുപാട് സിനിമകളുടെ റെഫറൻസും സെൽഫ് റോൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ദേവിജിയൊക്കെ നല്ല രീതിയിൽ രസമായിട്ടുണ്ട്. നല്ല രസമുള്ള ഒരു റോൾ തന്നെയായിരുന്നു. അതുപോലെ ധ്യാൻ, വിനീത് കോംബോ നന്നായിട്ട് വർക്കായി. പിന്നെ ദിലീപിന്റെ ഒക്കെ എൻട്രി, അവരുടെ ഒരുപാട് സിനിമകൾ, ദിലീപ് സിനിമകളുടെ ഒരുപാട് റെഫറൻസ് ഉണ്ട്. പിന്നെ വിജയുടെ ഒരുപാട് റെഫറൻസ് വരുന്നുണ്ട്, ചീപ്പ് കാര്യങ്ങൾ, അങ്ങനെ ഒരു റെഫറൻസ് വരുന്നു. ഗില്ലി റെഫറൻസ് ഒരുപാട് കുറച്ച് വരുന്നുണ്ട്. പിന്നെ ലാലേട്ടന്റെ എൻട്രി അടിപൊളിയായിരുന്നു. തിയേറ്ററിൽ നല്ല ഓളം സൃഷ്ടിക്കാൻ സാധിച്ചു. അതുപോലെ അവരുടെ സോങ് ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിൽ ഒരുപാട് ട്രോള് കാര്യങ്ങൾ കിട്ടിയെങ്കിലും തിയേറ്ററിൽ അത്ര മോശമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇത്തിരി ഒരു നെഗറ്റീവായിട്ട് തോന്നിയത് ഇതിൻ്റെ CG വർക്കും കാര്യങ്ങളൊക്കെയാണ്. അത്രേ ഉള്ളൂ. വേറെ അല്ലാതെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. ഈ തലച്ചോറും ഒരുപാട് ലോജിക്കൊക്കെ വെച്ച് നോക്കി പോകുന്നവർ ആ വഴിക്ക് പോകാതിരിക്കുക നല്ലത്. അങ്ങനെയുള്ളവർക്ക് പറ്റിയ സിനിമയല്ല ഇത്. ഒരു ലോജിക്കോ കാര്യങ്ങളോ ഒന്നും നോക്കാതെ ജസ്റ്റ് ചുമ്മാ ഒരു എന്റർടൈൻമെന്റ് പടം അല്ലെങ്കിൽ ഒരു സ്പൂഫ് പടം കാണാൻ വേണ്ടി കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം. അതാണ് ഭബ്ബ.